ഭരണഘടനയെ വെല്ലുവിളിച്ച് വലിയ തോതിൽ വിവാദം സ്വയം സൃഷ്ടിച്ച നേതാവാണ് മന്ത്രി സജി ചെറിയാൻ. സജി ചെറിയാൻ അടുത്ത പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഒരു പയ്യൻ പുകവലിച്ചതാണോ ഇത്രയും വലിയ തെറ്റ് എന്ന് പറഞ്ഞ് എക്സൈസുകാരോട് ചാടിക്കയറുന്ന മന്ത്രി സജി ചെറിയാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. കൃത്യമായും KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവർ കൃത്യമായും മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ കേരളത്തിൻ്റെ അപജയം സമ്പൂർണ്ണമാകുന്നു. അതുമാത്രമല്ല, പ്രതിഭയുടെ മകൻ തെറ്റ് ചെയ്തു എന്ന് തുറന്ന് സമ്മതിക്കാതെ അതിന് ന്യായീകരിക്കുന്നത് മാർക്സിസ്റ്റ് സിദ്ധാന്തമാണോ എന്ന വലിയ ചോദ്യം അവിടെ വരികയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് U പ്രതിഭ രാജിയിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, CPIM അവരെ സംരക്ഷിക്കുന്നില്ല എന്ന നിലപാട് കടുപ്പിക്കവേ ആലപ്പുഴയിൽ പ്രതിഭ നിരന്തരമായി ആലപ്പുഴ ജില്ലയിൽ കോലാഹലമുണ്ടാക്കുന്ന ഒരു MLA ആണ് എന്ന് M നാസർ അടക്കമുള്ളവർ കൃത്യമായി പറയുന്നുണ്ട്. അത് മറ്റൊരു തലത്തിലിരിക്കുന്നു. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നു. അത് മറ്റൊരു രീതിയിൽ വിവാദമാകുന്നു. CPIMൻ്റെ മറ്റ് പല ജില്ലകളിലും ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു പൊട്ടിത്തെറിയല്ല. ആലപ്പുഴയിലെ പൊട്ടിത്തെറി സമ്പൂർണ്ണമാണ്. സമാനതകളില്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ്. നേരത്തെ കായംകുളത്തെ ബിബിൻ സി ബാബു അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രമുഖർ CPIM വിട്ട് BJPയിൽ ചേരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടെ അവതരിക്കുമ്പോൾ പ്രതിഭ MLAയുടെ മകൻ്റെ വിഷയം ഒറ്റപ്പെട്ട വിഷയമായി കണക്കാക്കാൻ കഴിയില്ല. CPIM പെട്ടിരിക്കുന്ന ഒരു വലിയ അപജയം എന്നത് പ്രതികളായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. കണ്ണൂരിൽ PP ദിവ്യയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് CPIM സൈബർ പോരാളികൾ അവർ നിരന്തരമായ പോസ്റ്റ് ഇടുന്നത് ഇതിൻ്റെ ഒരു തുടർക്കഥ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ആലപ്പുഴയിലും സംഭവിക്കുന്നത്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ, അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഉതകുന്ന രീതിയിലല്ലല്ലോ കാര്യങ്ങൾ. കാരണം മുഖ്യൻ്റെ മകളെ വരെ സംരക്ഷിക്കാൻ BJPയുമായി ഒത്തുകളിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രത്യേകമായിട്ടുള്ള രീതി ഇവിടെ ഉടലെടുക്കുന്നത്? കേരളത്തിൽ CPIMന് എല്ലാ തരത്തിലും അപജയം ഉണ്ടായിരിക്കുന്നു. അത് കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുക, അതായത് അവരുടെ നേതാക്കളെ സ്വജനപക്ഷപാതത്തോടുകൂടി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും ദയനീയമായ അവസ്ഥ എങ്ങനെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി ഉടലെടുത്തിരിക്കുന്ന വിഷയം.